നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടാക്കുമ്പോൾ, എന്തെങ്കിലും സക്സസ് നിങ്ങളുടെ ലൈഫിൽ നേടുമ്പോൾ, അത് നിങ്ങളൊരു വീട് വാങ്ങിക്കുന്നതാണെങ്കിലും, നിങ്ങളൊരു ജോലി സ്വന്തമാക്കുന്നതാണെങ്കിലും, നിങ്ങളൊരു നല്ല റിലേഷൻഷിപ്പ് അവസാനം റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നതാണെങ്കിലും, നിങ്ങൾ ലൈഫിൽ സമാധാനം കണ്ടെത്തുന്നതാണെങ്കിലും, ഇത്തരത്തിലുള്ള ഓരോരോ ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെപ്പോലെ സന്തോഷിക്കണം, സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ നിങ്ങൾക്ക് നാർസിസ്റ്റിക് പാരൻസ് ആണുള്ളതെങ്കിൽ, നാർസിസ്റ്റിക് പാരൻസ് ആണ് നിങ്ങളെ റേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളതെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ഒരു സർക്കിളിൽ ഉണ്ടെങ്കിൽ, അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ, നിങ്ങളുടെ സന്തോഷം പോയി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ സക്സസിൻ്റെ സന്തോഷം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കുണ്ടായ ഒരു ആനന്ദം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് തിരിച്ച് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ബാക്ക് ഹാൻഡ് ആയിട്ടുള്ള കോംപ്ലിമെൻറ്റുകളും, നിങ്ങളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നതും, വളരെ കോൾഡ് ആയിട്ടുള്ള സൈലൻസും, അതായത് ഒന്നും ഒരു പ്രതികരണവും ഇല്ലാത്ത രീതിയിൽ, ഒരു രീതിയിലും നിങ്ങൾക്ക് അനുകൂലം ആയിട്ടുള്ളതല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളായിരിക്കും അവിടെ നിന്നുണ്ടാവുക. അവർ നിങ്ങളോട് അനാവശ്യമായിട്ട് തർക്കിക്കും, അനാവശ്യമായിട്ട് ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കും. നിങ്ങളുടെ ഈ വിജയം, നിങ്ങളുടെ ഈ സന്തോഷം, നിങ്ങളുടെ ഈ സമാധാനം എത്രയും പെട്ടെന്ന് തകർക്കാനായിരിക്കും ആ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അവിടെ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ നാർസിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്നത്? എന്തായിരിക്കാം ഇതിൻ്റെ പിറകിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ? എന്തുകൊണ്ടാണ് ഓരോ തവണ നിങ്ങളുടെ വിജയം നിങ്ങൾ ഇവരോട് ഷെയർ ചെയ്യാൻ പോകുമ്പോഴും പിന്നെയും നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇവർ നിങ്ങളെ എത്തിക്കുന്നത്? ഒരിക്കലും ഇവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ആസ്വദിക്കാൻ കഴിയാത്തത്, നിങ്ങൾ വീണ്ടും ടെൻഷനിലേക്കും ആൻസൈറ്റിയിലേക്കും പോകുന്നത്. അതിനുള്ള ഒരു ക്ലാരിറ്റി, വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി തരുന്നൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നാർസിസ്റ്റുകളുടെ പാത്തോളജിക്കൽ ആയിട്ടുള്ള എൻവി എന്താണെന്നും അവരുടെ സീറോ സം തിങ്കിങ് എന്ന് പറയുന്ന കാര്യം എന്താണെന്നും മനസ്സിലാക്കിയിരിക്കണം. ഒരു ഹെൽത്തി ആയിട്ടുള്ള വ്യക്തി, അതായത് അഫക്റ്റീവ് എമ്പതി ഉള്ള വ്യക്തികൾ, ഇമോഷണൽ എമ്പതി ഉള്ള വ്യക്തികൾ, അവർ നമ്മുടെ സക്സസ്, നമ്മുടെ ഹാപ്പിനെസ്സുമായിട്ട് പ്രതികരിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. എന്നാൽ നാർസിസ്റ്റിന്റെ ബ്രെയിനിന് ഇമോഷണൽ എമ്പതി എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. അവർ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇന്നർ എംപ്റ്റിനെസ് അനുഭവിക്കുന്ന ആൾക്കാരാണ്. വളരെ ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സെൽഫ് ഉള്ള ആൾക്കാരുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിനിൽ ഒരു സീറോ സം തിങ്കിങ് എന്ന് പറയുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നുണ്ട്. അവരിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലാണ് നാർസിസ്റ്റുകൾ അതിനെ കാണുന്നത്, അതെടുക്കുന്നത്. നിങ്ങൾ വിജയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് അവരുടെ ഒരു തോൽവിയായിട്ടാണ് ഈ നാർസിസ്റ്റുകൾ കാണുന്നത്. നിങ്ങളുടെ വിജയം ഇവരുടെ ഉള്ളിൽ ഒരു പാത്തോളജിക്കൽ എൻവി എന്ന് പറയുന്ന, പാത്തോളജിക്കൽ ആയിട്ടുള്ള അസൂയ എന്ന് പറയുന്ന കാര്യം ട്രിഗർ ചെയ്യും. ഈ നാർസിസ്റ്റുകൾ കെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഈഗോ ഉണ്ടല്ലോ, അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള ആ ഈഗോയ്ക്ക് കേൾക്കുന്ന വളരെ വലിയൊരു അടിയാണത്. കാരണം അവർക്കറിയാം നിങ്ങൾക്കാണ് ശരിക്കും ആ രീതിയിലുള്ള കേപ്പബിലിറ്റി എല്ലാം ഉള്ളതെന്നും അവർ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്നും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അസൂയ അവർക്ക് നിങ്ങളോടുണ്ടാകുന്നു. നിങ്ങളുടെ സക്സസ് എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കി അവരുടെ സുപ്പീരിയോറിറ്റി തിരിച്ചു പിടിക്കാനുമുള്ള ശ്രമമായിരിക്കും നാർസിസ്റ്റുകൾ തുടർന്ന് നടത്തുന്നത്. നിങ്ങളൊരു റെഗുലർ കോൺടാക്റ്റിൽ ഇരിക്കുമ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണുമായിട്ട് ഇപ്പോൾ കോൺടാക്റ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു കോൺടാക്റ്റിൽ ഇരിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ വിജയങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് അവരുടെ നിങ്ങളുടെ മേൽ ചെലുത്തിയിരിക്കുന്ന കൺട്രോളിനുള്ള ത്രെട്ടാണ്. അതിനെതിരെ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പ്രതികരണങ്ങളായിരിക്കും ഇവരിൽ നിന്നും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ടാക്ടിക്കുകളായിരിക്കും ഇവർ നമ്മൾ പ്രയോഗിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രതികരണം എന്ന് പറയുന്നത് ത്യാഗം എന്ന രൂപത്തിൽ നിങ്ങളുടെ വിജയം ഹൈജാക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കട്ടെടുക്കുക. ഈ നാർസിസ്റ്റുകൾ ഒരിക്കലും നിങ്ങളെ മെയിൻ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയില്ല. ഈ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം ബാധിച്ച ആൾക്കാരാണല്ലോ അവർ. ഇപ്പം നിങ്ങൾക്ക് ഒരു പുറത്തൊരു വിദേശ രാജ്യത്തൊരു ജോലി ശരിയായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രൊമോഷൻ കിട്ടി, ഇത്തരത്തിലുള്ള എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾ നേടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ത്രെട്ടായിട്ടായിരിക്കും, അവർക്കുള്ള ഒരു ഭീഷണി, അവർക്ക് നേരെയുള്ള ഒരു ഭീഷണിയായിട്ട് തന്നെ ആയിരിക്കും ഇവരതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രൈസിനെ, കിട്ടാൻ സാധ്യതയുള്ള മറ്റുള്ളവരിൽ നിന്നുള്ള പ്രൈസിനെ എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി ഇവർ ശ്രമിക്കും. ഇപ്പം നാർസിസ്റ്റിക് ഫാമിലി ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉദാഹരണം പറയാൻ പറ്റും. നിങ്ങളിപ്പോൾ വിജയം എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നേടുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നേടുകയാണെങ്കിൽ, ഇവർ ഫാമിലി മെമ്പേഴ്സിനോട് പോയി പറയുന്നത്, ഇതൊക്കെ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടാണ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടാണെന്ന് അറിയാമോ ഈ നേട്ടത്തിലേക്കൊക്കെ കുട്ടി എത്തിയത്. പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നേടുന്ന ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ത്യാഗത്തിൻ്റെ ഫലമാണ്. ഞാൻ പല കാര്യങ്ങളും ഇത്തരത്തിൽ ചെയ്തതുകൊണ്ടാണ്, എൻ്റെ മാറ്റിവെക്കലുകളുടെയൊക്കെ റിസൾട്ടാണ് ഈ കാണുന്നത്, നിങ്ങൾ ഈ കാണുന്നതെല്ലാം. രണ്ടാമത്തേത് വളരെ
സബ്റ്റിലായിട്ട് വളരെ സൂക്ഷ്മമായിട്ടൊക്കെ നിങ്ങളോട് ചെയ്യുന്ന തരം താഴ്ത്തൽ, നിങ്ങളെ ഡീവാല്യൂ ചെയ്യുന്ന ഒരു കാര്യം. ഗോൾ പോസ്റ്റ് നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ടാക്ടിക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് നിങ്ങളുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഡയറക്റ്റായിട്ട് ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ വിജയത്തെ കുറച്ച് കാണിക്കുക, നിങ്ങളെ കുറച്ച് കാണിക്കുക എന്നുള്ള ടാക്ടിക് ആയിരിക്കും അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊരു പ്രൊമോഷനിൽ ഒരു 20% റൈസ് കിട്ടി, സാലറി ഹൈക്ക് കിട്ടി എന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ പാർട്ണറായിട്ടുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളോട് ചെന്ന് പറയുകയാണ്. അവർ പറയുന്നത്, അത് ഇനിയിപ്പം നിനക്ക് എന്തെല്ലാം ജോലിയായിരിക്കും അവർ തരാൻ പോകുന്നത്, ഇനി നിന്റെ ടാക്സും കൂടും, നിന്റെ ടാക്സും ഭയങ്കരമായിട്ട് വർദ്ധിക്കും, ഇനിയിപ്പോൾ ഈ പൈസ കിട്ടുന്ന പൈസയൊക്കെ അതിൽ പോകുമല്ലോ. ഈ പറയുന്ന പോലെ ആ കമ്പനി എന്നത് ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളതാണ്. ഈ കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ ഹൈക്ക് കൊടുക്കുന്നത് തന്നെ ഒരു ട്രാപ്പാണ് അവരൊക്കെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ചീവ്മെന്റ് ഒന്നും കൊണ്ട് കിട്ടിയതല്ല, ഇവർ നിന്നെ പെടുത്താൻ വേണ്ടിയിട്ട്, നിനക്ക് കൂടുതൽ ജോലി തരാൻ വേണ്ടിയിട്ട് ഇപ്പം നിനക്ക് അങ്ങനെ ഒരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ്. നിന്റെ കസിനില്ലേ അവൻ അല്ലെങ്കിൽ അവൾ, അവര് എന്താ അവള് ലക്ഷറി കാറൊക്കെ വാങ്ങിച്ചത് നീ കണ്ടില്ലേ? എത്ര ലക്ഷം രൂപയുടെ കാറൊക്കെ വാങ്ങിച്ചത്. നമുക്കൊക്കെ ഇതൊക്കെ അനുഭവിക്കാൻ എന്നാണാവോ യോഗം. ഇതിനെയാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, നിങ്ങളുടെ ഒരു വിജയം വന്ന് നിങ്ങൾ പറയുമ്പോൾ ഇവർ നിങ്ങളുടെ ഒരു കസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മറ്റൊരു ഫ്രണ്ടിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട്, അവരെ വെച്ചുകൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട്, അവർ ചെയ്ത വേറൊരു കാര്യത്തെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളൊന്നുമല്ല എന്നും നിങ്ങളുടെ അച്ചീവ്മെൻ്റ് ഒന്നുമല്ല എന്നും, നാണമില്ലേ നിനക്കൊക്കെ ഇതൊക്കെ കൊണ്ട് എൻ്റെ അടുത്ത് പറയാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഇവർ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ജോയ്, നിങ്ങളുടെ സന്തോഷം ഇത്തരത്തിൽ നിങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ട് വീണ്ടും ഇവരുടെ അടുത്ത് അപ്രൂവൽ കിട്ടാൻ വേണ്ടി ചെല്ലുന്ന രീതിയിലേക്ക് നിങ്ങളെ ആക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവിടെ ഇവരുടെ ഉദ്ദേശം. പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി വിക്ടിംസ് ആയിട്ടുള്ളവർ വീണ്ടും ഇവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും നല്ല വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയിലാവുകയായിരിക്കും ചെയ്യുന്നത്. മൂന്നാമത്തേത് ദ പ്രീ എംപ്റ്റീവ് സബോട്ടാഷ്. അതായത് എന്തെങ്കിലും നല്ല കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ട് അത് കുളമാക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ കുട്ടിയുടെ പിറന്നാളിന് മുമ്പ്, തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ കിട്ടുന്നതിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള അത്തരത്തിലുള്ള അച്ചീവ്മെന്റ് കിട്ടുന്നതിന് തൊട്ട് മുമ്പ്, നിങ്ങളൊരു ജോബ് ഇന്റർവ്യൂവിന് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഇവരെന്തെങ്കിലും ആർഗ്യുമെന്റ് ആയിട്ട് വന്ന്, എന്തെങ്കിലും ഡ്രാമയുമായി വന്ന് നിങ്ങളുടെ സ്വൈര്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള ബിഹേവിയർ, ഇത് വളരെ സയന്റിഫിക്കലി കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെ ഈ നാർസിസ്റ്റുകൾ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളോട് ചെയ്യുന്നതാണ്. കാരണം ഇതിനു മുമ്പ് നിങ്ങൾ ഈ ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ, ഗ്രാജുവേഷൻ സെറമണിക്ക് പോകുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കാര്യം സെലിബ്രേഷൻ പോകുമ്പോൾ, നിങ്ങൾ കരഞ്ഞുകൊണ്ടായിരിക്കണം പോവേണ്ടത്, നിങ്ങൾ വിഷമിച്ചുകൊണ്ടായിരിക്കണം പോവേണ്ടത്, നിങ്ങൾ ടെൻഷനായിട്ട് ആങ്സൈറ്റിയിലായിരിക്കണം പോവേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെ, അങ്ങനെ നിങ്ങളെ ആക്കാൻ വേണ്ടി തന്നെ പർപ്പസ്ഫുള്ളി കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഇത് കാര്യം നടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ബഹളവും ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റും കൊണ്ടുവരും വരുന്നത് ഒരാവശ്യമില്ലാതെ. ഈ നാർസിസ്റ്റുകളുടെ ഉള്ളിലെ ആ ഒരു കെയോട്ടിക് ആയിട്ടുള്ള റിയാലിറ്റി ഉണ്ടല്ലോ, ഇവർക്ക് ഒരു കാര്യവും ഇത് അച്ചീവ് ചെയ്യാനുള്ള കഴിവുള്ളവരല്ല. അപ്പം നിങ്ങളുടെ അച്ചീവ്മെന്റ് കാണുമ്പോൾ ആ അച്ചീവ്മെന്റിൻ്റെ നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നത് കണ്ട് ഭയങ്കര ജലസി ഉണ്ടാകുന്ന നിങ്ങളെ അവിടെ നിന്ന് പിടിച്ച് ഇവരുടെ ലെവലിൽ കൊണ്ടുവന്ന് ഇടാൻ നടത്തുന്ന ശ്രമമാണിത്. അപ്പോൾ ഇതുവരെയും നമ്മൾ പറഞ്ഞത് നാർസിസ്റ്റുകളുമായിട്ട് കോൺടാക്റ്റിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോ കോൺടാക്റ്റിലാകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നാർസിസ്റ്റുകളായിട്ട് നോ കോൺടാക്റ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഫിസിക്കൽ ഡിസ്റ്റൻസിലാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സക്സസ് നാർസിസ്റ്റുകൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് വഴിയോ അങ്ങനെയൊക്കെ ആയിരിക്കും അറിയുന്നത്. അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ പോലും, നിങ്ങൾ ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും, ഇവരുടെ ഉള്ളിൽ ആ പാത്തോളജിക്കൽ എൻവി ഉണ്ട്, നിങ്ങളോടുള്ള ഭയങ്കരമായിട്ടുള്ള അസൂയയുണ്ട്. ആ അസൂയ ട്രിഗർ ആവും. അപ്പോൾ അങ്ങനെ ട്രിഗർ ആവുമ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസിലായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് പ്രധാനപ്പെട്ട രീതികളിലായിരിക്കും ഇവർ റിയാക്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്മിയർ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ ആ സ്വൈര്യ സമാധാനം എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അതിനെ പണിഷ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രയോഗമായിരിക്കും. നിങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ അല്ലാതെ അച്ചീവ്മെന്റ്സ് നേടുമ്പോൾ, സക്സസ്സുകൾ നേടുമ്പോൾ, ഇവരുടെ സഹായമില്ലാതെ, ഡിപ്പെൻഡൻസി ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തെളിയിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. ഇതവരെ ഭയങ്കര ട്രിഗർ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ, ഇവരിൽ നാർസിസ്റ്റിക് ഇഞ്ചുറി ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വലിയ വിഷ്യസ് ആയിട്ടുള്ളൊരു സ്മിയർ ക്യാമ്പയിൻ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ മ്യൂച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സിനിടയ്ക്കും കോൺടാക്റ്റിലിരിക്കുന്ന ബന്ധുക്കൾക്കിടയ്ക്കും നാട്ടുകാർക്കിടയ്ക്കും നടത്തും എന്നുള്ളതാണ്. ഇവർ നിങ്ങൾക്ക് കണക്ഷനുള്ള ആൾക്കാരോടും റിലേറ്റീവ്സിനോടും നാട്ടുകാരോടും ഒക്കെ പറയും നിങ്ങളുടെ സക്സസ് ഫേക്ക് ആണെന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, പൈസ കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെയാണ് ഈ നേട്ടം ഉണ്ടാക്കിയത്, അല്ലാതെ നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ട് കിട്ടിയൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു വരുത്തും. അല്ലെങ്കിൽ ഇവർ പറയും അവൾക്കിപ്പം നല്ല ജോലിയുണ്ട്, പക്ഷേ ആ ജോലി എന്ന് പറയുന്നത് ഇവൾ സ്വന്തം കുടുംബം നശിപ്പിച്ചിട്ട് സ്വന്തം കുടുംബത്തെ ഇട്ടിട്ട് പോയിട്ടുണ്ട്,
ഉണ്ടാക്കിയതാണ്. അവൾ ഭയങ്കര അരഗൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അവളുടെ വാല്യൂസ് ഒക്കെ അവൾക്ക് പോയി. ഇപ്പം അങ്ങനത്തെ രീതിയിലാണ് അവൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഈ വിജയമൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. രണ്ടാമത്തേത്, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, ഒരു ഹൂവറിങ് അറ്റംപ്റ്റ് ഇവർ നടത്തും എന്നുള്ളതാണ്. ഇവിടെ ഇവർ നിങ്ങൾക്കൊരു ഫേക്ക് ആയിട്ടുള്ള കൺഗ്രാജുലേഷൻ തരും. ചില കേസസിൽ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു തരത്തിൽ നിങ്ങളുടെ സക്സസ് കാണുമ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഹൈ വാല്യൂബിൾ നാർസിസ്റ്റിക് സപ്ലൈ ആണ്, അതായത് ഹൈ അച്ചീവേഴ്സിനെയാണ് എപ്പോഴും നാർസിസ്റ്റുകൾ നോട്ടം ഇടുന്നത്. അപ്പം നിങ്ങൾ വീണ്ടും അച്ചീവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഓൾ ഓഫ് എ സഡൻ നിങ്ങളടുത്ത് മിണ്ടാതിരുന്ന ഒരാൾ, ഒരു രീതിയിലും കോൺടാക്ട് ഇല്ലാതിരുന്ന ഒരാൾ ഒരു മെസ്സേജ് അങ്ങോട്ട് ഇടും. എനിക്കറിയാമായിരുന്നു നീ സക്സസ്ഫുൾ ആകും എന്നുള്ളത്, നീ വളരെ നല്ല അച്ചീവ്മെൻറ്റ് നേടിയിരിക്കുന്നു, എൻ്റെ പേഴ്സണൽ കൺഗ്രാജുലേഷൻസ് ഞാൻ അറിയിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ളൊരു മെസ്സേജ്. ഐ എം പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മെസ്സേജ് കണ്ടിട്ട് നിങ്ങൾ വിഡ്ഢികളാകരുത്. ഇതെന്ന് പറയുന്നത് ഇവരുടെ ഹൂവറിംഗ് ടാക്ടിക്കിൻ്റെ വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത്. ഇവർ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ബൗണ്ടറീസും ടെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റിലാണല്ലോ ഉള്ളത്. ഇത് നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബൗണ്ടറി അതിക്രമിച്ച് കയറി വീണ്ടും കണക്ഷൻ സ്ഥാപിച്ച് നിങ്ങളിപ്പോൾ നേടിയ നേട്ടത്തിൻ്റെയും കൂടെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് അതും കൂടെ നിങ്ങളിൽ നിന്നും കരസ്ഥമാക്കാനുള്ള, ആ റിസോഴ്സസും കൂടെ നിങ്ങളിൽ നിന്ന് എടുക്കാനുള്ള ശ്രമം മാത്രമാണിത്. ഇവിടെ സർവൈവൽ സ്ട്രാറ്റജി എന്താണ്? നിങ്ങളുടെ പീസ്, നിങ്ങളുടെ സമാധാനം സംരക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഇവിടെ നമ്മൾ സർവൈവൽ സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത്. ഈ നാർസിസ്റ്റുകളുടെ ഈ പാത്തോളജിക്കൽ എൻവിയുടെ കാരണം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ലാണ്ട് അങ്ങ് ഒതുങ്ങിപ്പോവും. നിങ്ങളുടെ വിജയങ്ങളിൽ നിന്നും നിങ്ങൾ വിഡ്രോൺ ആവും. നിങ്ങൾ സന്തോഷം വേണ്ട എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക്, നിങ്ങളുടെ ലൈറ്റ് ഡിമ്മാക്കി ജീവിക്കുന്ന തരത്തിലേക്ക് ആയിപ്പോവും. നിങ്ങളുടെ സക്സസ്സിൽ എപ്പോഴും ഈ നാർസിസ്റ്റ് അൺകംഫർട്ടബിൾ ആവുന്നതുകൊണ്ട് തന്നെ അവരെ കംഫർട്ട് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അച്ചീവ്മെന്റ് ഒന്നും വേണ്ടാന്ന് നിങ്ങൾ വെക്കും, അതൊന്നും സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് വെക്കും, അത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ വിജയത്തിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ ഈ നെഗറ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ സിംറ്റമാണ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡയറ്റ് ഇത്തരം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. ഒരു രീതിയിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ്, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്, നിങ്ങളുടെ മറ്റ് രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ, സന്തോഷം നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ, സന്തോഷം നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ ഒന്നും നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യരുത്. എപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജെന്യുവനായിട്ട് നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ വിജയം അല്ലെങ്കിൽ നമ്മുടെ നേട്ടം കണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന, അത് ഉൾക്കൊണ്ട് നമ്മളെ ആ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യരുമായിട്ട് മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും ഷെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ സബോട്ടാഷ് ചെയ്യാനുള്ള, നിങ്ങളെ അടിച്ചമർത്താനുള്ള അല്ലെങ്കിൽ അടിച്ചു താഴ്ത്താനുള്ള ഇവരുടെ ശ്രമങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം എന്നുള്ളതാണ്. നേട്ടങ്ങൾ എന്തെങ്കിലും, ഗ്രാജുവേഷൻ നേട്ടമാണെങ്കിലോ സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ദിവസമാണെങ്കിലോ, ഇത്തരം ദിവസങ്ങൾക്കൊക്കെ മുമ്പ് ഇവർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമ്മൾ മുൻകൂട്ടി കരുതുകയും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ഗ്രേ റോക്ക് റെസ്പോൺസ്, അതായത് നിങ്ങളുടെ ഇമോഷൻസ് കാണിക്കാതെയുള്ള, നിങ്ങളുടെ ഇമോഷൻസ് എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് പ്രകടമാക്കാതെയുള്ള ഗ്രേ റോക്ക് റെസ്പോൺസസും ഗ്രേ റോക്ക് റിയാക്ഷനും കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇവരുടെ നേരിടേണ്ടത്. നിങ്ങളെ മനസ്സിനെ താളം തെറ്റിക്കാനുള്ള, മനസ്സിനെ അശാന്തമാക്കാനുള്ള ഇവരുടെ ശ്രമങ്ങളെല്ലാം ഇത്തരത്തിൽ വന്നിട്ട് നിങ്ങളെന്ന മതിൽ തട്ടി താഴെ പോകണം, നിങ്ങളൊരു കരിങ്കല്ല് പോലെ ആയിരിക്കണം അവിടെ നിൽക്കേണ്ടത്. അതിനെയാണ് ഈ ഗ്രേ റോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നാർസിസ്റ്റിന്റെ പ്രൈസിന് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ നോ കോൺടാക്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൂവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കൺഗ്രാജുലേഷൻ മെസ്സേജ് പോലെയൊക്കെ അയക്കുമെന്ന്. അത്തരം മെസ്സേജസ് അയക്കുമ്പോൾ അതിനൊരിക്കലും റിയാക്ട് ചെയ്യരുത്. അതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ടോ അങ്ങനെയുള്ള റിയാക്ഷൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ അവസാനമെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ള റിയാക്ഷൻസ് കൊടുക്കുകയേ ചെയ്യരുത്. അതൊരു ട്രാപ്പാണ് എന്ന് നിങ്ങൾ പ്രത്യേകം തിരിച്ചറിയണം. ഒരു നാർസിസ്റ്റിന്റെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് അറിയോ? നിങ്ങളെ അബ്യൂസ് ചെയ്യുന്ന നാർസിസ്റ്റിന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ നാർസിസ്റ്റിനെ ആവശ്യമില്ലാതെ ലൈഫിൽ ഇൻഡിപെൻഡൻ്റായി മാറും എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരോട് നിങ്ങളുടെ ബ്രില്യൻസിന് മാപ്പ് പറയുകയോ നിങ്ങളുടെ ഹാർഡ് വർക്കിനും നിങ്ങളുടെ ഇൻഡിപെൻഡൻസിനും അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടത്തിനും ഒന്നും അവരെടുത്ത് പോയി അപ്പോളജൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ അസൂയയോടെ ഇരിക്കട്ടെ, അസൂയയോടെ നോക്കട്ടെ, അവർ ദൂരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ നിന്നും മാറി നിങ്ങളുടേതായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇനിയെങ്കിലും കെട്ടിയുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുക. നാർസിസ്റ്റിക് ആയിട്ടുള്ള NPD ഉള്ള ഇത്തരം ആൾക്കാരുടെ വിക്ടിംസ് ആയിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന 1-on-1 പിയർ സപ്പോർട്ട് സെഷൻ്റെ വീണ്ടും ഞാൻ അതിൻ്റെ സ്ലോട്ട്സ് ആരംഭിച്ചിട്ടുണ്ട് വരുന്ന ആഴ്ചകളിലേക്കുള്ളത്. അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൂടി നോക്കുക, അതിൻ്റെ കൂടെ ഭാഗമാകുക. നിങ്ങൾ ഒരുപാട് പേരെ ആ സെഷൻ്റെ ഭാഗമായി കാണാനായിട്ട് താല്പര്യമുണ്ട്. പ്രൊട്ടക്ട് യുവർ പീസ്, ട്രസ്റ്റ് യുവർ റിയാലിറ്റി. ഈ വീഡിയോ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് വീഡിയോ ലൈക്ക് ചെയ്ത്
ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ കൂടുതൽ പേര് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ അത് ദയവ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.